ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ അച്ഛനെ അമ്മ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം, എനിക്ക് വേറെ വഴിയൊന്നുമില്ല എന്നും പറഞ്ഞ് ഇനി ഡേറ്റ് എടുക്കാനായിട്ട് എൻ്റെ പൈസയും ഇല്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് പൈസ എപ്പോൾ തിരിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ എവിടെയെങ്കിലും എത്തിയതിന് ശേഷം മാത്രം എനിക്കിത് തരാൻ പറ്റുമെന്നും പറഞ്ഞു ആ ചേട്ടനെ ഞാൻ കടം മേടിച്ച് പോയി പരീക്ഷ എഴുതാൻ പോയപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, മാതാവ് എന്നെ രക്ഷപ്പെടുത്തണം, എൻ്റെ വീട്ടിലൊരു അച്ഛനും അമ്മയുണ്ട്, എൻ്റെ അച്ഛനിപ്പോൾ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, 72 വയസ്സുള്ള മനുഷ്യനെ എങ്ങനെ ഉണ്ടാക്കാനാ പൈസ, അപ്പോൾ എനിക്ക് ചോദിക്കാനൊന്നും ആരുമില്ല. അങ്ങനെ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എനിക്ക് പൈസ തരുമോ, ഞാൻ എപ്പോഴെങ്കിലും ഞാനത് തിരിച്ചു തരാമെന്നും പറഞ്ഞ് ആ പൈസ മേടിച്ചു പോയി. IELTS എക്സാം എഴുതി. മുമ്പിലത്തെ കണക്കല്ല, കുഴപ്പമില്ലായിരുന്നു എന്നേ പറയാൻ പറ്റത്തുള്ളൂ, വലിയ പാടുമല്ലായിരുന്നു എന്നാൽ എളുപ്പമല്ലായിരുന്നു, അങ്ങനെയായിരുന്നു, ജയിക്കുമെന്നും ഉറപ്പില്ലായിരുന്നു. അങ്ങനെ പോയി ഞാൻ പരീക്ഷ എഴുതി. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇത് എൻ്റെ മെറിറ്റ് വഴി കിട്ടിയതാണ്, എനിക്ക് വേണ്ട, ഇത് ഗ്രേസ് വഴി തന്നെ കിട്ടിയതാണെന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം, അതുകൊണ്ട് ഈ എക്സാമിന് ഞാൻ ജയിക്കുവാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം മാതാവെ കാണിച്ചു തരണമെന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി എക്സാം റിസൾട്ട് വരുന്നത് നോക്കിയിരുന്നു. സാധാരണ രീതിയിൽ എക്സാം റിസൾട്ട് വരുന്നത് 15 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 15ാമത്തെ ദിവസം റിസൾട്ട് വരുമെന്ന് പറഞ്ഞിരിക്കെ ഒരു ദിവസം രാവിലെ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ കിടക്കുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ റിസൾട്ടിൻ്റെയാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നു 15 ദിവസം കഴിഞ്ഞല്ലേ റിസൾട്ട് വരുള്ളൂ, അപ്പോൾ പിന്നെ അതായിരിക്കത്തില്ലെന്നും പറഞ്ഞ് ഞാൻ നോക്കിയില്ല. കുറച്ച് കഴിഞ്ഞ് സാക്ഷ്യങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയുന്നു, നീ ഒന്നും കൂടി എടുത്ത് നോക്ക്, ചിലപ്പോൾ നിൻ്റെ റിസൾട്ട് ആയിരിക്കുമെങ്കിലോ എന്നും പറഞ്ഞ് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ലൊരു സ്കോർ കിട്ടി. അങ്ങനെ IELTS പാസ്സായി.